C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ ഘട്ടത്തിൽ സ്വന്തം മകൾ കൂടി അവളെ ചതിച്ചെന്നറിയുമ്പോ നാളെ നിനക്ക് വീണ്ടും ഇവിടേക്ക് വരേണ്ടി വരും. പ്രീതിയും കൊണ്ട് സത്യഭാമയുടെ നെഞ്ചു പൊട്ടിയുള്ള മരണത്തിൽ പങ്കെടുക്കാൻ. അതെ, എന്റെ മോനായിട്ട് അതിന് കാരണക്കാരനാവണോ? ഒരു നിമിഷം നീ ഒന്ന് ആലോചിച്ചു നോക്ക്. വേണ്ട. അർജുനേട്ടൻ ഇപ്പൊ പോയി, പിന്നീട് തിരിച്ചു വരാന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ നീയും ഞാനും ഒക്കെ വിഡ്ഢികളാക്കി ആ ശാരദയും മക്കളും കൂടി. എന്റെ മകനെ കയ്യിലെടുത്ത് എനിക്കെതിരെ കരുനീക്കം നടത്തിയവൾ എന്തുമാത്രം സമർത്ഥയാണെന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കി. അമ്മേ, അത് അതും ഇതും ഇല്ല. അവരൊന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ തന്നെയാടി അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. അവൾ എന്താ പറഞ്ഞത്? കല്യാണത്തിന് മുൻപ് അവൾക്ക് അവനോട് പ്രേമമില്ലായിരുന്നുന്ന്. വിഷ്ണു സത്യഭാമയുടെ മകനായിരുന്നു എന്ന് അറിയില്ലായിരുന്നെന്ന്. മൊത്തം കള്ളക്കൂട്ടങ്ങളാ. അതാ പറഞ്ഞത്. നുണ പറഞ്ഞ് ഈ കുടുംബത്തിൽ കയറിയവളെ ഒരു കാലത്തും സത്യഭാമ മരുമകളായി അംഗീകരിക്കില്ലാന്ന്. ഏതായാലും സാരി ഞാൻ തരാം. കാരണം മുന്നിൽ ഇരക്കാൻ വരുന്നത് പിച്ചക്കാരനായാലും വെറും കൈയോടെ മടക്കാറില്ല ഈ സത്യഭാമ. ഇനിയെന്താ പൊയ്ക്കൂടെ നിനക്ക്? അത് ശാലിനിക്കണിയാൻ കുറച്ച് ആഭരണങ്ങൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ. മറ്റുള്ളവർ കാണുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ അമ്മേ? നാശം, ഇതൊന്നൂടെ വിഴുങ്ങാനാണല്ലോ കെട്ടി എഴുന്നള്ളിയിരിക്കുന്നത്. ഓഹോ, അപ്പൊ ശാലിനിക്ക് വേണ്ടി സാരി ആഭരണങ്ങളൊക്കെ കളക്ട് ചെയ്യാണ് പ്രീതി മാഡം. ഈ ആന്റിക്ക് ഇത് എന്തിന്റെ കേടാ? ആഭരണങ്ങളെങ്കിലും അവക്ക് കൊടുക്കാതിരുന്നൂടെ? ഇനി വേറെന്തെങ്കിലും വേണോ ആവോ? ഇത് ധാരാളമ്മേ, താങ്ക്സ്. നാണം കെട്ട വർഗം, തലയിലെഴുത്ത്, അല്ലാതെ എന്തു പറയാനാ? എനിക്ക് അവകാശപ്പെട്ടത് നീ വാങ്ങിച്ച് ശാലിനിക്ക് കൊടുക്കുവല്ലേ? വരട്ടെ, കാണിച്ചു തരുന്നുണ്ട് ഞാൻ. അമ്മേ, മോളെ
ശരിയേച്ചി. എത്തിയല്ലോ. അച്ഛനിപ്പോ ചോദിച്ചേ ഉള്ളൂ. വരുമേ, വരൂ. വാടി. ആഹാ, എല്ലാരും വന്നല്ലോ. ശാലിനി, പൂജ തുടങ്ങുമ്പോ നിനക്ക് കൊടുക്കാൻ അമ്മ വേറെ സാരി തന്നിട്ടുണ്ട്. കണ്ടോ അമ്മേ, സത്യമ്മയ്ക്ക് എന്നോട് എന്ത് ഇഷ്ടമാണെന്ന്. സാരി മാത്രമല്ല, ആഭരണങ്ങളും തന്നിട്ടുണ്ട്. ആഭരണങ്ങളുണ്ടോ? അതേന്നെ. കണ്ടോ അമ്മേ. ആ, ശാലിനി ചെല്ല്, അമ്മ ഇപ്പൊ വരും. പോയി പുതിയ സാരിയും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞു വാ. എന്റെ നാത്തൂൻ മോശക്കാരിയാണെന്ന് ബന്ധുക്കളെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടല്ലോ. ഏയ്, അതൊരിക്കലും ഇല്ല. ഹാ, ചേച്ചി പിശാശും വന്നിട്ടുണ്ടല്ലോ. വാ വാ, വേഗം ഒന്ന് ഒരുങ്ങി ഇറങ്ങിക്കോ. എന്നിട്ട് വേണം എനിക്കിവിടുത്തെ യുദ്ധം കാണാൻ. ചേച്ചിയും കൂടി വാ, ഇപ്പൊ വരാമേ. വരുമേ. അച്ഛാ, ശാരദാമ്മ. ആ, നമസ്കാരം. നമസ്കാരം. വാ ശാരദാമ്മേ. ലംബോദരം വിശാലാക്ഷം വന്ദേൻ ഗണനായകം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം അയ്യേ, ഈ സാരി ഉടുക്കാനാണോ നിന്നോട് സത്യമ്മ പറഞ്ഞത്? കണ്ടിട്ട് വെറും പഴയതുപോലുണ്ടല്ലോ, ഒട്ടും പകിട്ടുമില്ല. നീ ഇത് ഉടുത്ത മോശമായിരിക്കും. ഏയ്, അങ്ങനെ വരുമോ? സത്യാമ്മയ്ക്ക് ചിലപ്പോ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് ഇടുന്നതായിരിക്കും ഇഷ്ടം. എന്നാലും ഇത് ഒരു രസമില്ല ശാലിനി. കണിമംഗലം തിരുമേനിയെ പോലെ ഒരാൾ അവിടെ ദൈവത്തിന് പൂജ അർപ്പിക്കാൻ കാത്തിരിക്കുമ്പോ നമ്മളിവിടെ ഒരു സാരിയെ ചൊല്ലി വഴക്കടിക്കുന്നത് എന്ത് വില കുറഞ്ഞ പരിപാടിയാ? എത്രയും പെട്ടെന്ന് പൂജ തുടങ്ങണം. ചില ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാത്തതുകൊണ്ടാ ഈ പ്രശ്നങ്ങൾ അത്രയും. തിരുമേനിയെ കൊണ്ടെങ്കിലും അത് പറഞ്ഞു ഒഴിപ്പിച്ചു വിടാൻ പറ്റുമെന്ന് നോക്കുക ഇപ്പൊ വേണ്ടത്. ഇനി അമ്മയുടെ സ്റ്റാറ്റസിന് ചേരുന്ന സാരിയല്ല ഇതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ശാലിനിയെ വേറൊരു സാരി ഉടുപ്പിച്ചു കൊണ്ടുവരാം. വാ ശാലിനി. അല്ല, കണ്ടോ ആന്റി, അവള് പ്രീതിയെ കയ്യിലെടുത്തു. ഇനി ആന്റിയെ എന്നാ കയ്യിലെടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതോടെ ഞാൻ ഒറ്റപ്പെടും ആന്റി. എനിക്കാരും ഇല്ലാതാവും. എന്റെ ദൈവം ആന്റി, ആ ദൈവത്തെയും കൂടി അവളെ തട്ടിയെടുക്കുന്ന എനിക്ക് ഉറപ്പാ. എന്റെ ഉടലിൽ പ്രാണനുള്ളിടത്തോളം അത് സംഭവിക്കില്ല മോളെ. നീ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ സംഭവിക്കില്ലെന്ന് എനിക്കറിഞ്ഞൂടെ ആന്റി. സംഭവിക്കാൻ ഞാൻ സമ്മതിച്ച് തന്നിട്ട് വേണ്ടേ? ആന്റി എന്നും ഞാൻ ചരട് വലിക്കുമ്പോ അതിനൊപ്പം ആടുന്ന പാവ മാത്രമായിരിക്കും. ഞാൻ കളിപ്പിക്കുന്ന പാവ മാത്രം. ദാ ശാലിനി, ഈ സാരിയും ഓർണമെന്റ്സും കൂടി ഇട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. തെറ്റുപറ്റിപ്പോയി പ്രീതി. ശാലിനിക്കല്ല തെറ്റുപറ്റിയത്, എനിക്ക് പറ്റിയ കൈപ്പിഴയാ. ഞാൻ ആ സാരി ശാലിനിയുടെ കയ്യിൽ നേരിട്ട് തന്നാ മതിയായിരുന്നു. ശാരദാമ്മയുടെ മകൾ ശാരികയുടെ കല്യാണം നടക്കാൻ പോകുന്നു, ആ ലെക്ചർ രാജീവുമായിട്ട്. ആണോ? അതിന് അവരുടെ കയ്യിൽ എവിടുന്ന പണം? അത് തന്നെ ചേച്ചി എന്റെ സംശയം. കല്യാണത്തിന് സ്വർണം എടുക്കാനുള്ള ആലോചനയാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ട കാര്യം പറയുന്നേ. പക്ഷേ പണം ഇല്ലാതെ എങ്ങനെയാ സുസ്മിതയെ സ്വർണം എടുക്കുന്നത്?
കല്യാണ ചെലവ് മാത്രമല്ല, സ്ത്രീധനം കൊടുക്കാനും സ്വർണം വേണ്ടേ? ഹാ, അതൊക്കെ എന്തോ ഏർപ്പാടുകൾ നടക്കുന്നുണ്ട്. ഏതോ ഒരു പോളച്ചന്റെ ജ്വല്ലറിയുടെ കാര്യം പറയുന്നത് കേട്ടു. പോളച്ചന്റെ ജ്വല്ലറി? നേരത്തെ അവളുടെ നിശ്ചയം നടന്നപ്പോ സ്വർണം കൊടുത്ത് സഹായിച്ചത് ചേച്ചിയല്ലേ? ഇനിയും സഹായം ചോദിച്ചെങ്ങാനും വന്ന 10 പൈസ കൊടുക്കരുതെന്നൂടി പറയാനാ ഞാൻ ഈ വിളിച്ചത്. അത് സാഹചര്യം വേറെയായിരുന്നു സുസ്മിതെ. ഇനി ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവില്ല ഈ രാജേശ്വരിയിൽ നിന്ന്. സന്തോഷം. പക്ഷേ ഇപ്പൊ അവരെന്ത് കണ്ടിട്ടാ സ്വർണം വാങ്ങാൻ ഇറങ്ങുന്നെന്നാ ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പ വീടും ഹോട്ടലിരിക്കുന്ന സ്ഥലവും എങ്ങാനും ബാങ്കിൽ പണയം വെക്കാനാണോന്ന് എന്റെ ഒരു സംശയം. അതെങ്ങനെ പണയം വെക്കും എന്റെ സുസ്മിതെ? സ്ഥലം എന്റെ ഗോപാലേട്ടന്റെ പേരിലല്ലേ? അത് ഇവിടുത്തെ അലമാരയിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാ. ഒരു കാരണവശാലും ആ ശാരികയുടെ വിവാഹം നടക്കാൻ പാടില്ല ചേച്ചി. അതിനുവേണ്ടിയാ ശാലിനി വിഷ്ണുവേട്ടനെ കൊണ്ട് താലി കെട്ടിച്ചെന്നല്ലേ പറയുന്നേ. അവളുടെ ആ ആഗ്രഹം തകരണം. സ്വന്തം ചേച്ചി താലി ഭാഗ്യമില്ലാതെ മൂത്ത് നരച്ചു നിൽക്കുന്നതോർത്ത് അവൾ ഓരോ നിമിഷവും വെന്ത് നീർന്നത് എനിക്ക് കാണണം, എന്റെ കൺമുന്നിൽ തന്നെ. അതുകൊണ്ട് ശാരികയുടെ കല്യാണം മുടക്കാൻ ചേച്ചിക്ക് പറ്റുന്നത് ചേച്ചി ചെയ്യണം. എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യാം. ഞാൻ ഡ്രസ്സിംഗ് ടേബിളിൽ ഊരി വെച്ചിരുന്നതാ 2 വളകൾ. ഇപ്പൊ നോക്കിയപ്പോ അത് കാണുന്നില്ല. അത് നിലത്തെങ്ങാനും വീണ് കിടപ്പുണ്ടാവും സുസ്മിതേ. നീ താഴെയൊക്കെ നോക്കിയോ? മുറിയിൽ തിരയാൻ ഇനി സ്ഥലമില്ല അങ്കിൾ. എവിടെയും വീണ് കിടപ്പില്ലത്. പിന്നെ എവിടെ പോയി? ആരോ എടുത്തത് ആന്റി, എനിക്കത് ഉറപ്പാ. രാവിലെ ഡ്രസ്സിംഗ് ടേബിളിൽ ഊരി വെച്ച വളകൾ ആരെങ്കിലും എടുക്കാതെ തനിയെ നടന്നു പോകുന്നില്ലല്ലോ. പക്ഷെ ആരെടുക്കാനാ സുസ്മി? നമ്മുടെ ബന്ധുക്കളും നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഇവിടെ. ഇന്ന് വരെ ഇവിടുന്ന് ഒരു മുട്ടുസൂചി പോലും മോഷണം പോയിട്ടില്ല. അത് പ്രീതി പറയുന്നത് ഞാൻ സമ്മതിച്ചു. ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ. പക്ഷേ ഇന്നലെ വരെ ഇല്ലാത്ത ചില ബന്ധുക്കളുണ്ട് ഈ വീട്ടിൽ. ഇവിടുത്തെ കൾച്ചറിന് ചേരാത്തവർ. അവിടെയാ എനിക്ക് ഡൗട്ട് അടിച്ചത്. എന്താ നീ പറഞ്ഞു വരുന്നേ? അമ്മയും അച്ഛനും ക്ഷണിച്ചു വരുത്തിയ ആൾക്കാരായി നിൽക്കുന്നവരത്രയും അവരെ അപമാനിച്ച് വർത്താനം പറയാൻ പാടില്ല, മനസ്സിലായോ? അത് വലിയവരായാലും ചെറിയവരായാലും അങ്ങനെ തന്നെയാ. നിന്റെ 2 വളയുടെ പവൻ തൂക്കത്തേക്കാൾ കൂടുതലാ സത്യഭാമയുടെ അഭിമാനം. അത് നീ മറക്കണ്ട. വിഷ്ണു പറഞ്ഞതാ ശരി. വളയാരും മോഷ്ടിച്ചതാവാൻ സാധ്യതയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ഇവിടെ എവിടെന്നെങ്കിലും കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് അതേ തൂക്കത്തിലും ഡിസൈനിലുമുള്ള വളകൾ ഭാമ വാങ്ങിത്തരും, അത്ര തന്നെ. മോളെ, രാഘവേട്ടൻ പറഞ്ഞത് ആന്റിയുടെ അഭിപ്രായം അത് തന്നെയാണെങ്കിൽ അനുസരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഒരു കാര്യമുണ്ട്. അതേ ഡിസൈനിലും തൂക്കത്തിലുള്ള 2 അല്ല 200 വളകൾ വാങ്ങിച്ചു തന്നാലും അതിന് പകരാവില്ല. ഭാനുമുത്തശ്ശി ആന്റിക്ക് അറിയാലോ, എന്റെ അമ്മയുടെ അമ്മ. മുത്തശ്ശി മരണക്കിടക്കയിൽ വെച്ച് എനിക്ക് സമ്മാനിച്ചതാ വളകൾ. പൊന്നിന്റെ വിലയല്ല, മനസ്സിന്റെ മൂല്യം ആ വളകൾക്കെന്ന് എനിക്ക് മനസ്സിലായി. അത് തിരിച്ചു കിട്ടുന്നതിനായി ഇവിടെ ഒരു പരിശോധന നടത്തുന്നതിൽ തെറ്റില്ലെന്നുള്ള അഭിപ്രായം ഇപ്പൊ എന്റേത്. വേണ്ട ആന്റി, എല്ലാവരെയും പരിശോധിച്ച് അപമാനിക്കേണ്ട നമുക്ക്. എനിക്കൊരാളെ സംശയമുള്ളൂ, ഒരൊറ്റ ഒരാളെ. അത് ഈ സ്ത്രീയെയാ.
പിടിക്കും. ആന്റി, ഇത് കണ്ടോ? ഇത് തന്നെയാ എന്റെ വളകൾ. ദേ, കൃത്യം 2 എണ്ണം. അയ്യോ അല്ല, ഇത് മോളുടെ വളയല്ല. പിന്നെ ഇത് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന വളകളാ. കൊണ്ടുവന്ന വളകളോ? ഇതെന്താ, ബാഗിലാണോ കയ്യിലാണോ ആൾക്കാർ വളയിടുന്നത്? ഇത് ഞാനൊരു സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങിച്ചതാ. മോഡല് നോക്ക്. ഓഹോ, അങ്ങനെയാണോ കഥ? എങ്കിൽ അതിന്റെ കവർ എവിടെ? അതുമല്ലെങ്കിൽ മിനിമം ഒരു ബില്ലെങ്കിലും ഉണ്ടാവണല്ലോ നിങ്ങളുടെ കയ്യില്. അത് കാണിച്ചാ മതി, ഞങ്ങളെ വിശ്വസിക്കാം. ബില്ല് വേണ്ട ശാരദ, ഇനിയൊന്നും പറയണമെന്നില്ല. നിങ്ങൾക്ക് സ്വർണ്ണം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു. ഇതിപ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെയും കൂടി നാണക്കെടുത്തി കളഞ്ഞല്ലോ. മോശമായിപ്പോയി. അല്ല സത്യമേ, അല്ല. ഈ വളകള് ഈ കുട്ടിയുടേതല്ല. ഇതെന്റെ ശാരി മോളുടെ കല്യാണത്തിന് മോഡൽ നോക്കാൻ വേണ്ടി കോളേജിന്റെ സ്വർണ്ണക്കടയിൽ നിന്ന് എടുത്ത വളകളാ ഇത്. തിരിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ടാ ബില്ലും ഒന്നും ഇല്ലാത്തത്. അത് പറ. സത്യം ഇപ്പൊ വെളിയിൽ വന്നല്ലോ. മകളുടെ കല്യാണത്തിന് സ്വർണ്ണം ആവശ്യമുണ്ടെന്ന്. കയ്യില് കാശില്ലാതെ വന്നാ കടയിൽ നിന്ന് മേടിക്കാം, ഡ്രസ്സിംഗ് ടേബിളിൽ നിന്നും എടുക്കാം. അതേ ഞാനും പറഞ്ഞുള്ളൂ. മതി. ഞങ്ങൾക്ക് നിനക്കും അറിയാം ഈ വളകള് നിന്റെ അല്ലാന്ന്. എന്നിട്ട് ഞാൻ വാപൂട്ടി മിണ്ടാതിരിക്കുന്നതേ പ്രതിസ്ഥാനത്ത് എന്റെ അമ്മയായതുകൊണ്ട് മാത്രം. പക്ഷേ എന്റെ അമ്മ ഇങ്ങനെ കള്ളിയാക്കിയാ നോക്കി നിക്കില്ല ശാലിനി. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി കള്ളിയുടെ മോളെ? അതെ, ആൾക്കാർക്ക് ഇങ്ങനെ നാണം ഇല്ലാതായി പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെ മുതൽ വാങ്ങിച്ചു വെക്കാൻ ആ പെണ്ണിന് യാതൊരു ഉളുപ്പില്ലല്ലോ. അങ്ങനൊന്നും പറയല്ലേ. ചിലപ്പോ വാസ്തവത്തിൽ ആ കുട്ടിയുടെ വളകൾ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നമ്മൾ കട്ടെടുത്തു മുൻവിധി ഉള്ളതുപോലെയാ അവള് സംസാരിച്ചത്. അതെ, നമ്മളും ക്ഷണിച്ചിട്ട് ചെന്ന അതിഥികൾ തന്നെയാ. അവളെക്കാൾ പണത്തിന് അല്പം കുറവുണ്ടായിരിക്കും. പക്ഷെ പണമില്ലാത്തവരെല്ലാം മോഷ്ടിക്കാൻ ഇറങ്ങുമെന്ന് അവളോട് ആരാ പറഞ്ഞത്? അല്ലെങ്കിലും അവളല്ലേ ചേച്ചി ഇപ്പൊ മോഷണം നടത്തിയിരിക്കുന്നത്. അന്യന്റെ മുതല് തട്ടിയെടുത്ത് കൈ വെച്ചിരിക്കുന്ന ദുഷ്ട പിശാശ്. ഏയ് ശ്യാമേ, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കും ആ കുട്ടിക്ക്. ഏതായാലും കാലം അത് തെളിയിക്കും. ദൈവം എന്നൊരാളുണ്ടല്ലോ മുകളില്. ഓ, ദൈവമൊക്കെ ഇപ്പൊ കണ്ണടച്ചിരിപ്പാ. അല്ല, ഞാൻ ആലോചിക്കുന്നത് അവളെ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നതെന്നാ. നമ്മൾ സത്യഭാമയുടെ ബന്ധുക്കളല്ലേ? അതിനേക്കാൾ അധികാരത്തോടെ ആയിരുന്നല്ലോ അവളുടെ സംസാരം ഇടപെടലും ഒക്കെ. ആ കുട്ടി സത്യഭാമയുടെ കൂട്ടുകാരിയുടെ മകളാണ്. ഒരു വീട്ടിൽ ആർക്ക് അധികാരം കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതേ വീടിന്റെ ഉടമയല്ലേ. നമ്മളെന്തിനാ അതിന് അസ്വസ്ഥതപ്പെടുന്നത്? ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാൻ ആ പോളച്ചന്റെ ജ്വല്ലറിയിൽ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ അടുത്തല്ലേ. നിന്റെ കല്യാണത്തിന് എടുക്കാനുള്ള സ്വർണത്തിന്റെ കാര്യം സംസാരിക്കാം. നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ വന്നോളാം. ശരി, വാ. സത്യഭാമയുടെ വീട്ടില് ശാലിനിയുടെ അവസ്ഥ എന്തായോ എന്തോ. 2 സ്വർണ്ണവളയുടെ പണം പോയാലും വേണ്ടില്ല. ശാലിനിക്ക് അവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. മനസ്സമാധാനം എന്നത് അവക്കും അവളുടെ അമ്മയ്ക്കും ഈ ജന്മം വിധിച്ചിട്ടില്ല. തലയിലെഴുത്ത് അത്ര തന്നെ. അത് സ്വാഹാന്ന് കരുതിയാ മതി. ഇനി വേറെ തെളിവ് വേണോ മേഴ്സി കൊച്ചേ? അല്ല, ഞാൻ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടിനോടുള്ള അടുപ്പം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇനിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചാ മതി. ഇച്ചാനിങ്ങോട്ട് വന്നേ, പറയട്ടെ. ഇച്ചായനൊന്ന് വന്നേ പറയട്ടെ. ആ പറച്ചില് മതി ശാരദയുടെ മനസ്സമാധാനം കളയ. എടി കുടുംബ ആശ്രീകരൻ ശാരദേ, ഞാൻ അറിഞ്ഞ നീ ഒരിക്കലും സന്തോഷിക്കില്ല. സന്തോഷിക്കാൻ വിടില്ല ഈ രാജേശ്വരി. അതെന്റെ തീരുമാനാ.
എനിക്ക് ഒരാളെ സംശയമുള്ളൂ, ഒരൊറ്റ ഒരാളെ. അത് ഈ സ്ത്രീയെ. സത്യം ഇപ്പൊ വെളിയിൽ വന്നല്ലോ. മകളുടെ കല്യാണത്തിന് സ്വർണ്ണ ആവശ്യമുണ്ടെന്ന്. കയ്യിൽ കാശില്ലാതെ വന്നാ കടയിൽ നിന്ന് മേടിക്കാം, ഡ്രസ്സിംഗ് ടേബിളിൽ നിന്നും എടുക്കാം. അതേ ഞാനും പറഞ്ഞുള്ളൂ. പാവം ഷാലിനിക്ക് നന്നായി വിഷമായിട്ടുണ്ട്. അവളത് പുറത്ത് കാണിക്കാത്തതാ. പാവം അമ്മയ്ക്ക് എന്ത് സങ്കടമായിട്ടുണ്ടാവും. ശാലിനി മോളെ, അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നോടൊന്ന് ക്ഷമിക്കും. ഞാൻ കാരണം അമ്മയ്ക്ക് ഈ അപമാനം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വന്നു. സുസ്മിത എന്നോടുള്ള വിരോധം നിർത്തത നിങ്ങളോടും. അത് പോട്ടെ, സാരമില്ല, ഞങ്ങളത് അപ്പോഴേ മറന്നു. മോളെ, നീ കരയാതെ കണ്ണു തുറക്കേ. വഴക്കിലൊന്നും പോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് പിന്നെന്താ? എന്താ പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോനെ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ആള് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അതൊന്നും അവസാനിപ്പിക്കാനാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞതിപ്പോ എങ്ങനെയുണ്ടമ്മേ? അത് ശരി, അപ്പൊ നീ ഭക്ഷണം കഴിച്ചില്ലല്ലേ? അതിന് മാത്രം എന്താ സംഭവിച്ചത് അവിടെ? അതല്ലേ ഇവിടെ ഇപ്പൊ അമ്മയോട് ഞങ്ങളും ചോദിച്ചോണ്ടിരുന്നത്. എവിടെ മലയിടിഞ്ഞ് വീണിട്ടാ അമ്മ ഭക്ഷണം കഴിക്കാത്തേന്ന്. അപ്പൊ അമ്മയും കഴിച്ചില്ലേ? അമ്മ വന്നേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്കും വിശക്കുന്നു. എന്നാ പിന്നെ സമൂഹ സദ്യ തന്നെ ആയിക്കോട്ടെ. ഞങ്ങളും കഴിച്ചിട്ടില്ല. എല്ലാരും ഭാഗത്തേക്ക് വാ മോനെ. മോനും വിളമ്പട്ടെ, ഇരിക്കും. ഏയ് വേണ്ടമ്മേ, ഞാൻ കഴിച്ചു. നിങ്ങൾ കഴിച്ചാ മതി. അമ്മേ, ഇത് വാങ്ങിക്ക. ഇതാ കുട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതല്ലേ? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? സത്യം പിന്നീട് തെളിഞ്ഞമ്മേ. സുസ്മിത പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. ഇതെന്തിനാ ഇവിടെ വണ്ടി നിർത്തിയേ? എന്താ കാര്യം? ചേടാ, ഇത് തൊലച്ച്. ഷെടോ, ഞാനിപ്പോ പറഞ്ഞ നാക്ക് വാലേക്കിട്ടല്ലുള്ളൂ. എന്തിനാ ഇതിനൊന്നും ചോദിക്കരുതെന്ന്? അല്ല എന്നാലും നോക്ക്. എന്താ മോനെ, പൂ വേണോ? എത്രയാ മുത്തശ്ശി വില? 1 മുഴം 60. 5 മുഴം എടുക്കട്ടെ മോനെ? ഞാൻ ചോദിച്ചത് 1 മുഴത്തിന്റെ അല്ല, ആ ഇരിക്കുന്ന മൊത്തം പൂവിന്റെയാ. ഇപ്പം മോൻ മൊത്തം പൂവും വാങ്ങാൻ പോവുകയാണോ? മുത്തശ്ശി വില പറ. ഇത് മുറിച്ച് വിറ്റ 1500 മോനെ. മോൻ മൊത്തം വാങ്ങിക്കുന്നത് കൊണ്ട് 1300 തന്നാ മതി. അതെ മുത്തശ്ശി, നഷ്ടമൊന്നും സഹിക്കണ്ട. 1500 തന്നെ തന്നേക്കാം. അപ്പോഴേ മൊത്തം എടുത്തു അങ്ങോട്ട്. വലിയ ഉപകാരം മോനെ. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ, അല്ല എന്തിനാ ഇത്രയും പൂവൊക്കെ? ഷടാ, വീണ്ടും ഇത് എന്തിന്? അല്ല എന്റെ കുഞ്ഞെ, എന്ത്, ഏത്, എപ്പോ, എങ്ങനെ, എന്തിനെ, എന്തുകൊണ്ട് എന്നൊന്നും എന്നോട് ചോദിക്കരുത് പ്ലീസ്. അപ്പോഴേ ഇയാളുടെ ഒരു സംശയത്തിന് ഞാൻ മറുപടി പറഞ്ഞേക്കാം. എന്തിനാണ് ഇത്രയും പൂവെന്ന്? ഈ നവദമ്പതിമാരാണല്ലോ നമ്മള്. അതും ഹണിമൂൺ പീരീഡ്. അപ്പൊ പിന്നെ ഇരിക്കട്ടെ കുറച്ച് പൂവ്, അല്ലേ? അല്ല, എങ്ങനെയുണ്ട് മുല്ലപ്പൂവിന്റെ മണം?
വേറൊരു മൂടായ പോലെ തോന്നല്ലേ? ദേ ഇയാള് റോഡ് നോക്കി വണ്ടി ഓടിക്കേ. എനിക്കേ അങ്ങനെ വലിയ മൂടൊന്നും തോന്നുന്നില്ല. ഓ അല്ല, എന്താ ഇയാളുടെ ഉദ്ദേശം? ഒരു താങ്ക്സ് പറഞ്ഞത് മുതലെടുക്കുവാണോ? എന്ത് മുതലെടുപ്പ്? ഞാൻ വെറുതെ ജോളിയായിട്ട് വണ്ടി ഓടിക്കല്ലേ. ഇതെവിടെ പോയിരുന്നു ഈ രാത്രി നേരത്തെ രണ്ടാളും കൂടെ? അത് ഇവിടെ തന്നെ ബോധിപ്പിക്കണം ഇപ്പോ. ബോധിപ്പിക്കണം. എന്നാ പറയാം. അതെന്താന്ന് വെച്ചാലേ, അമേരിക്കയിലെ എന്റെ ഒരു കുഞ്ഞമ്മയുടെ മോൻ ജോലി ചെയ്യുന്നുണ്ടേ. അവൻ ഇവിടുത്തെ എയർപോർട്ടിൽ വന്നപ്പോ എന്നെ വിളിച്ചിരുന്നു. അപ്പോ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നും പറഞ്ഞു. അവൻ അടുത്ത ഫ്ലൈറ്റിൽ അമേരിക്കക്ക് പറക്കാനുള്ളതാണേ. അതുകൊണ്ടാ ഞങ്ങള് രാത്രി തന്നെ വണ്ടി എടുത്ത് പോയതേ. ഞാനറിയാത്ത ഏത് കുഞ്ഞമ്മയുടെ മോൻ? അല്ല, പറഞ്ഞാ നീ അറിയും. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റേ. സംശയമുണ്ട്, നീ എന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. വാ ശാലിനി, പോവാം. ശാലിനി ഒരു മിനിറ്റ്. നീ ചെന്നോ. ഈ അടുത്തിടെ കല്യാണം കഴിച്ചേ ഇപ്പൊ ഹണിമൂൺ ആസ്വദിക്കുന്ന 2 യുവ മിഥുനങ്ങളാ ഞങ്ങള്. ഇപ്പൊ ഈ രാത്രിയില് നക്ഷത്രങ്ങളെയും നിലാവും ഒക്കെ കണ്ട് ഈ കടൽക്കരയിൽ ഇങ്ങനെ ചുറ്റിയടിച്ചിട്ട് ഒരു പ്രത്യേക റൊമാൻറ്റിക് മൂഡിൽ അങ്ങോട്ടായി. അങ്ങനെ പൂവും വാങ്ങിക്കൊണ്ട് വന്നത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കാൻ എനിക്ക് തോന്നിയില്ലെങ്കിലേ ഐ ആം വെരി സോറി. ഒന്നും പറയാല്ലേ എനിക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. ഷാലിനി ഇനിയും കാത്തിരിപ്പിക്കാൻ പാടില്ല. നോ, ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. സംഭവിക്കാൻ സമ്മതിക്കില്ലേ സുസ്മിത? മാമേണ്ടി, എവിടെ പോയി? ഇനി മുല്ലപ്പൂവൊക്കെ ചുറ്റി കാമദേവനായി വരാനുള്ള പുറപ്പാടാണോ? ദൈവമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.